നോക്കൂ, ഞാനും റാമും അങ്ങനെ രാവിലെ തന്നെ യാത്ര തുടർന്നു കേട്ടോ. റാമാണെങ്കിൽ കുളിർമയോടെ ഇരിക്കുകയാണ്. രാവിലത്തെ തണുപ്പും ആ ഒരു കാറ്റും നല്ല അടിപൊളി കാഴ്ചകളെല്ലാം കണ്ട് നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടേ. രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടായ ഒരാളെ കണ്ടുമുട്ടിയത്. അച്ചു എന്നാട്ടാ പേര്. അതായത് ഭയങ്കര കോമഡിയാണ് മച്ചാന്. അങ്ങനെ നമ്മൾക്ക് വെറൈറ്റി ഹോട്ടലുണ്ടെന്നും പറഞ്ഞ് അവിടെ 50 രൂപക്ക് പൊറോട്ടയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി. നോക്കൂ, നമ്മുടെ മച്ചാൻ അങ്ങനെ പോയിട്ടാ. ആൾക്ക് പെട്രോൾ പമ്പിൽ കുറേ വർക്കെല്ലാം ഉണ്ടായിരുന്നു, നൈറ്റ് വർക്ക്. അപ്പോൾ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പോയി. ഞാനങ്ങനെ ഇവിടെ സേഫായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളെ അണ്ണൻ അപ്പുറം സേഫായിട്ട് ഇരിക്കുകയാണ്. തണലാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പമ്പിലേക്ക് പോവാം. വെള്ളത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. നോക്കൂ, അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കൈ കണ്ടത്. കൈയൊക്കെ ആകെ പൊള്ളിയിരിക്കാട്ടോ. അതായത് നമ്മുടെ സൈക്കിൾ ഓടിച്ച് കൈയൊക്കെ തയമ്പിച്ച് തൊലിയെല്ലാം പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നു, അത്രേ പറയാനുള്ളൂ. നമ്മുടെ അണ്ണൻ അവിടെ ഉണ്ട്. അണ്ണൻ നല്ല ഉറക്കത്തിലാട്ടോ. അങ്ങനെ നൈസായിട്ട് ഞാൻ അണ്ണൻ്റെ ഫുഡ് നൈസായിട്ട് എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടുന്ന് കഴിക്കുകയാണ്. അതായത് ഞാൻ ചോറൊന്നും കഴിച്ചിട്ടില്ല. നോക്കൂ, അങ്ങനെ വൈകുന്നേരത്തിന് ശേഷം നമ്മുടെ യാത്ര തുടർന്നു. അണ്ണൻ ബാക്കിൽ നിന്ന് നല്ല കരഞ്ഞതുകൊണ്ട് അവനെ ഞാൻ പുറത്തിളക്കിയിട്ടാ. എന്തിനാ വെച്ചാൽ അവന് അപ്പിയിടാൻ വേണ്ടിയിട്ടാണ്. കൂടിലിട്ട് കഴിഞ്ഞാൽ ആകെ അലങ്കോലാവും. അപ്പോൾ ആളിങ്ങനെ വട്ടം കറങ്ങി അവിടെ കുത്തിയിരിക്കുമ്പോൾ ഞാൻ വീഡിയോ ഒരൊറ്റ കട്ടാക്കലാണ്. അതായത് അവനെ മാനം കെടുത്തുന്ന പോലെ ആട്ടത്. നോക്കൂ, നമ്മൾ ഇന്നങ്ങനെ 40 കിലോമീറ്റർ ഓടിയിട്ടാ. അങ്ങനെ അണ്ണനെ നമ്മളിവിടെ കയറ്റി ഇട്ടിട്ടുണ്ട്. അതായത് നമുക്കിന്ന് സ്റ്റേ കിട്ടി. അതായത് ഞാൻ അതുവഴി വന്നപ്പോൾ ഇവിടെ 24 hours പെട്രോൾ പമ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇല്ല ചേട്ടനോട് ചോദിച്ചു ഇവിടെ സ്റ്റേ തരുമോ, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചിട്ടാ. അതായത് സൈക്കിൾ അവിടെ കയറ്റി കിട്ടോ. നമ്മൾ ഫസ്റ്റ് ഇവിടെ ആട്ടോ വെച്ചത്. അപ്പോൾ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഇവിടെ കയറ്റിയിട്ടതാ. അപ്പോൾ മുകളിൽ തേങ്ങ വീഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ കയറ്റിട്ടോ. അതാകുമ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് അവിടെ കിടക്കാനും സ്പേസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ ആട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നോക്കൂ, ഇന്നലെ വഴിയിൽ വെച്ച് ഒരു ചേട്ടൻ തന്നതാ ഈ പെപ്സി എന്ന് പറയാം. പെപ്സി അല്ല, 7up ആണ്. അപ്പോൾ ഞാൻ ഈ പെട്രോൾ പമ്പിൻ്റെ ചേട്ടനോട് വെച്ചു ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തരുവാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് അതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ട് വെച്ചോ, അപ്പോൾ എടുക്കുമ്പോൾ സംഭവം മാറിപ്പോവില്ല. അതായത് ഞാൻ ആ കുപ്പി പൊളിച്ചിട്ട് പോലില്ല കേട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടുത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാത്രിക്ക് ബോറടിച്ചിരിക്കുമ്പോൾ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കൂ, അങ്ങനെ ഇരുട്ടായി, സൂര്യൻ മറഞ്ഞ് ഇപ്പം ചന്ദ്രൻ വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മളെ അണ്ണൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ അണ്ണൻ്റെ ഫുഡ് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അത് കുതിർന്നിട്ട് വേണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ അവിടെ പെട്രോൾ അടിക്കാൻ വരുന്നവർക്കൊക്കെ നമ്മളെ അറിയാട്ടോ. അതായത് ഓരോ ആൾക്കാർ വന്നും പോവുകയാണ്, സംസാരിക്കുവാണ്. നോക്കൂ, അവിടുത്തെ പിള്ളേരൊക്കെ ചാടിപ്പടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇല്ല ചേച്ചി ഉണ്ടല്ലോ, നമ്മൾക്കൊരു കേക്ക് തന്നു കേട്ടോ. പെട്രോൾ പമ്പിലത്തെ ചേച്ചിയാണ്. ആളെ മുഖം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശന്ന് നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ തേടിയിട്ടില്ല നടത്താണ്. നോക്കൂ, ഫുള്ള് ഇരുട്ടാണ്. എവിടേക്കാണ് നടക്കേണ്ടത്, എങ്ങനെ നടക്കട്ടെ എന്നൊന്നും എനിക്കറിയില്ല. ചെറിയ റോഡായതുകൊണ്ട്, റോഡ് പണി ഉള്ളതുകൊണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതായത് രാത്രിയിലത്തെ നടത്തമെന്ന് പറയുകയാണെങ്കിൽ വെളിച്ചോ കാര്യങ്ങളോ ഇല്ല. ഞാൻ മൊബൈലിലത്തെ ഫ്ലാഷ് അടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അവിടുത്തെ ചേട്ടൻ നമ്മളോട് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പം നമ്മുടെ നാട് കണ്ണൂരാന്ന് പറഞ്ഞാലും പറഞ്ഞു ആലപ്പുഴ സ്റ്റൈല് കണ്ടിട്ടുണ്ട് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ബജ്ജി എടുത്ത് തന്ന് നോക്കൂ, നല്ല അടിപൊളിയിൽ മസാലയല്ല ചമ്മന്തിയും സോസൊക്കെ ആക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ബജ്ജീൻ്റെ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് 20 രൂപയാണ് ഒരു സെറ്റിന്. ചമ്മന്തിക്കും അതിൻ്റെ സോസിനും ഒന്നും അവർ പൈസ വാങ്ങിയിട്ടില്ല, അതൊക്കെ ഫ്രീ ആട്ടോ. നോക്കൂ, നമ്മളങ്ങനെ തിരികെ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അണ്ണൻ എന്നെ കാണാണ്ട് ഒരു സമാധാനം ഇല്ലയെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ അവിടെ ഇല്ലേ ചെക്കന്മാരൊക്കെ വന്നു. അതായത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരൊക്കെ വന്നു. അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇല്ല പെട്രോൾ പമ്പ് ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോടും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ രാത്രിക്ക് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നാളെ രാവിലെയാണ് ഇനി നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അതായത് കൊല്ലത്തോട്ടാണ്. കൊല്ലത്ത് നമ്മളെ കാണാൻ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ രാവിലെ എണീച്ച് പോണേ ഇവിടുന്ന്.